ദുൽഖർ സൽമാൻ നായകനായി അഭിനയിച്ച കാന്ത തിയേറ്ററിൽ പോയി കണ്ടു. നിങ്ങളൊരു ദുൽഖർ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. ദുൽഖർ കത്തിച്ചിട്ടുണ്ട് സ്ക്രീനിൽ. അടിപൊളി പെർഫോമൻസ് ആണ്. ദുൽഖറിന്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം ഈ സിനിമയിലെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ കഥയാണ് കാന്ത എന്ന സിനിമ പറയുന്നത്. അപ്പൊ ഇതിൽ TK മഹാദേവൻ എന്ന ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് ദുൽഖർ സൽമാൻ അഭിനയിക്കുന്നത്. അയ്യ എന്ന് വിളിക്കുന്ന ഒരു ഡയറക്ടറായിട്ടാണ് സമുദ്രകനി അഭിനയിക്കുന്നത്. അപ്പോൾ സിനിമ ഷൂട്ടിങ്ങും ആ ഷൂട്ടിങ്ങിൽ സംഭവിക്കുന്ന കാര്യങ്ങളും സംവിധായകനും നായകനും തമ്മിലുള്ള ഈഗോ ക്ലാഷും പിന്നെ നായികയായിട്ടുള്ള പ്രേമവും കാര്യങ്ങളൊക്കെ സ്ഥിരം ഒരു സിനിമാ ഫീൽഡിൽ സംഭവിക്കാവുന്ന ഒരു സെയിം സ്റ്റോറി തന്നെയാണ് ഈ സിനിമ പറയുന്നത്. ഭയങ്കര ഡ്രാമയാണ്, സ്ലോ ആണെങ്കിലും അവരുടെ ഇമോഷൻ ശരിക്ക് കൺവേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നു സിനിമ കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ സിനിമ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആണെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സിനിമ ആ ഒരു ജോണർ ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മോഡിലേക്കൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ അതും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് നല്ലൊരു ഇമ്പാക്റ്റ് ഉള്ള ഒരു ക്ലൈമാക്സ് ആണ്. നമ്മൾ സിനിമ കണ്ട് ആ ഒരു ഇമോഷണൽ കണക്ഷനിൽ നിൽക്കുമ്പോൾ ഈ ക്ലൈമാക്സ് കൂടി വന്നു കഴിയുമ്പോൾ ശരിക്കും ആ ഒരു ഫീൽ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാന്റെ പെർഫോമൻസ് ആണ്. അടിപൊളിയായിട്ടാണ് ദുൽഖർ ഈ റോള് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട പെർഫോമൻസ് സമുദ്രകനിയുടെയാണ്. അപ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു നായകനെ വളർത്തിക്കൊണ്ടുവരുന്ന ഡയറക്ടർ, പിന്നെ ഇവർ തമ്മിലുള്ള ഈഗോ ക്ലാഷും ഒക്കെ അത് അടിപൊളിയായിട്ട് തന്നെ സ്ക്രീനിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ പെർഫോമൻസ് കൂടി വന്നു കഴിയുമ്പോൾ നന്നായിട്ട് അത് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സമുദ്രകനിയുടെ പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ്. ഭാഗ്യശ്രീ ബോസ് ആണ് ഈ സിനിമയിൽ നായികയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു അവരുടെയും. ഇതിൽ ആ സിനിമയിൽ ആക്ടിങ് കാണിക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ റാണ ഡെഗുബട്ടിയാണ് ഈ സിനിമയിൽ ഒരു പോലീസ് ഓഫീസറിന്റെ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫിലാണ് പുള്ളിയുടെ ക്യാരക്ടർ വന്നത്. അപ്പോൾ പുള്ളി ഒരു പ്രത്യേക രീതിയിലുള്ളൊരു പോലീസ് ഓഫീസറാണ്. പുള്ളിയുടെ കേസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു വെറൈറ്റിയാണ്. അപ്പോൾ പുള്ളിയും നന്നായിട്ട് തന്നെ ആ റോള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പെർഫോമൻസിന്റെ കാര്യം പറയുമ്പോൾ ദുൽഖർ ആയാലും നായികയായാലും രണ്ട് രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. ഒന്ന്, അത് അവർ ഷൂട്ട് ചെയ്യുന്ന സിനിമയിൽ കാണിക്കുന്ന ഒരു പെർഫോമൻസ് ഉണ്ട്, ഭയങ്കര ഓവർ ആക്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. കാരണം ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ അഭിനയമാണ് ആ സമയത്ത് കാണിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ ചെയ്തിട്ട് പിന്നെ നോർമൽ സിനിമയിലേക്ക് വരുമ്പോൾ അവരുടെ ജീവിതം കാണിക്കുമ്പോൾ അത് വേറെ രീതിയിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും നല്ല രീതിയിൽ ഭയങ്കര കൺവിൻസിങ് ആയിട്ട് തന്നെയാണ് ദുൽഖർ ആയാലും ഭാഗ്യശ്രീ ബോസ് ആയാലും രണ്ടുപേരും ചെയ്തിരിക്കുന്നത്. സെൽവമണി സെൽവരാജാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് സിനിമ മേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഒരു ക്ലാസ് മൂവി കാണുന്ന ഒരു ഫീലാണ്. അപ്പോൾ ഒരു ക്യാമറ ആംഗിൾസും ആക്ടേഴ്സിന്റെ പെർഫോമൻസും മേക്കിങ്ങും വിഷ്വൽ എഫക്ട്സും എല്ലാം കൂടി നല്ലൊരു രീതിയിൽ തന്നെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു മോശം തോന്നാത്ത രീതിയിൽ തന്നെ സിനിമ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യാണ്ട് ഒരു പെർഫോമൻസ് ഓറിയന്റഡ് സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാവുന്ന ഒരു സിനിമ തന്നെയാണ് കാന്ത. അപ്പോൾ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.